ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇതാ ഈ കാണുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് ശ്രീദേവി മിസ്സിൻ്റെയാണ്. അപ്പോൾ മിസ്സിന് ഇതിന് മാച്ചായിട്ടുള്ളൊരു ചുരിദാറിൻ്റെ നെക്ക് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. കുറേ ദിവസമായി എൻ്റെ തന്നിട്ട് ഞാനിപ്പോൾ വെക്കേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓരോരോ തിരക്കൊക്കെ കാരണം ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. ഇന്ന് വെക്കേഷൻ തീരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് പോയി ഇതിന് പറ്റിയ കുറച്ച് ത്രെഡ് വാങ്ങി. അപ്പോൾ ഈ ദുപ്പട്ടയ്ക്ക് മാച്ചായ രീതിയിലുള്ള ത്രെഡാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൽ കുറച്ച് ഫ്ലോറൽ പ്രിൻ്റൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം, കണ്ടോ. അപ്പോൾ ഞാൻ അതിന് ആപ്റ്റായിട്ടുള്ള ത്രെഡ് നോക്കി നടന്നു. എനിക്കറിയില്ല എത്രത്തോളം ഭംഗിയാവുമെന്ന്, പക്ഷേ ഈ കളേഴ്സാണ് ഞാനിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ത്രെഡ് സെലക്ഷൻ വലിയൊരു കാര്യമാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ മാച്ചിങ് ദുപ്പട്ടാസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് അതായിട്ട് മാച്ചായിട്ടുള്ള കളേഴ്സ് വേണം. പിന്നെ ഗ്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ദുപ്പട്ട വെച്ച് നോക്കുമ്പോൾ വേറെ ഗ്രീനൊന്നും മാച്ച് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ അതിന് ഏകദേശം മാച്ചായിട്ടുള്ള പോലത്തെ കളേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് അതൊന്ന് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു 3-4 സർക്കിൾസ് ഇവിടെ വരയ്ക്കാം. എന്നിട്ട് ആ സർക്കിളിൽ ഫ്ലവർ ഫിനിഷ് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്ത് കുറച്ച് ലീഫ് ചെയ്യാമെന്ന്. ആസ് യൂഷ്വൽ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കൂടി കാണിക്കാം. സർക്കിൾ ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. ചുരിദാറിൻ്റെ നെക്കിൻ്റെ ആ ഒരു വീതി നോക്കിയിട്ടാണ് ഞാൻ സർക്കിൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ വരയ്ക്കാനായിട്ട് HB പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ഡാർക്കായിട്ട് വരയ്ക്കണം എന്നില്ല, കുറച്ച് ലൈറ്റായിട്ട് വരച്ചാലും മതി. പിന്നെ നമ്മൾ ഓരോ ഡിസൈൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ചിരിക്കുന്ന പിക്ചർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കൂടി നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതാ ഇതിൽ കാണുന്ന പോലെ ഫ്രെയിം ഫിക്സ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ത്രെഡ് എടുത്തിരിക്കുന്നത് 6 strands ആണ്. 3 strands എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് ടൈ ചെയ്ത് 6 strands ആക്കിയതാണ്. ഇതാ ഈ കാണുന്ന കളേഴ്സാണ് ഞാനിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുപ്പട്ടയിലെ കളർ കോമ്പിനേഷൻ നോക്കിയിട്ടാണ് ഞാൻ ത്രെഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചിലരെൻ്റെ അടുത്ത് കറക്റ്റ് നമ്പർ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. 0210. അതേപോലെ ഓരോ ത്രെഡിൻ്റെ കളറും കറക്റ്റായിട്ട് ഞാനിവിടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വേണമെന്നുള്ളവർ ഒന്ന് മെസ്സേജ് ഇടുക. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണുക, റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ കളേഴ്സ് എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നീഡിലും ത്രെഡും എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒരു ഫോൾഡ് ചെയ്തിരിക്കുന്ന പോർഷൻ കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. അതായത് കംപ്ലീറ്റ് നോട്ട്സും ഇതിൻ്റെ മുകളിൽ വരാതെ ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി എടുക്കുക. എന്നിട്ട് എവിടെയാണോ നീഡിൽ കൊണ്ടുവരേണ്ടത് ആ പോർഷനിലേക്ക് നീഡിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വരുന്ന കുറേ നോട്ട്സ് എല്ലാം ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലായിട്ട് പോവും. അതായത് ചുരിദാറിൻ്റെ നെക്കും ഫ്രണ്ട് പോർഷനും തമ്മിലുള്ളതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരും. അപ്പോൾ അധികം എന്താ പറയുക, കുറേ സ്റ്റിച്ചസ് ഒന്നും ബാക്കിൽ കാണില്ല. എന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡിസൈൻസും ബാക്കിൽ ഇങ്ങനെ വിസിബിൾ ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ബാക്കിൽ കെട്ടൊന്നും വരാത്ത രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ബുള്ളിയൻ സ്റ്റിച്ചാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് ഒരു ഡാർക്ക് കളറായതുകൊണ്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ കൊടുക്കുന്നത് കളർ ഞാൻ ഡാർക്കാക്കി. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ ഔട്ടർ സൈഡ് നമുക്ക് കുറച്ച് ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ ത്രെഡ് എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത് കുറച്ചെടുക്കുക. ലെങ്ത്ത് കൂട്ടി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നൂല് ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലിയറായിട്ട് കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതിൻ്റെ മിഡിൽ പോർഷൻ ചെയ്യാനായിട്ട് നമ്മളൊരു 5 or 6 times ടേൺ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ വീഡിയോ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണാം കേട്ടോ. ബുള്ളിയൻ റോസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. ബുള്ളിയൻ റോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ റോസ് കാണാനായിട്ട് ഭംഗിയായിരിക്കും. നോർമലി നേരത്തെയുള്ള ടൈമിലൊക്കെ ആളുകൾ കൂടുതൽ ചെയ്തിരിക്കുന്നൊരു 5 പെറ്റൽസിൻ്റെ റോസസ് ആയിരുന്നു. അതായത് നമ്മൾ ഫ്രോക്ക് അല്ലെങ്കിൽ സാരിയൊക്കെ കാണുമ്പോൾ കൂടുതൽ 5 പെറ്റൽസ് ആയിരുന്നു. ഇവിടെ ഞാൻ ഒത്തിരി പെറ്റൽസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലവറിന് ഭംഗി കൂട്ടാനായിട്ട് ഈ പെറ്റൽസിന് സാധിക്കും.
അതുപോലെ എപ്പോഴും ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോഴും ഫ്ലവർ കാണാൻ ഭംഗിയായിരിക്കും. ഇവിടെ ഞാനൊരു 2 കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മെറൂണിൻ്റെ ഡാർക്ക് ഷെയ്ഡും പിന്നെ ലൈറ്റായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡും. വീഡിയോ കെയർഫുള്ളായിട്ട് കാണാം. അതിനുശേഷം എങ്ങനെയാണ് ഈ ഫ്ലവർ പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക കേട്ടോ. നമ്മളൊരു റോസിൻ്റെ ഫ്ലവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് കുറച്ചിങ്ങനെ എന്താ പറയുക ഓവർലാപ്പ് ചെയ്ത് വന്ന പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വേണം നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്തും പെറ്റൽസ് കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ഫ്ലവർ ചെയ്യാനായിട്ട് 2 കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കളർ യൂസ് ചെയ്താലും ഭംഗിയായിരിക്കും കേട്ടോ. എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷനിൽ ഈ ഒരു 2 കളറാണ് ഇതിന് കിട്ടിയത്. അതല്ല ഇതിൻ്റെ ഷെയ്ഡ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാനതും കൂടി യൂസ് ചെയ്തേനെ. മാക്സിമം നിങ്ങൾ 2 അല്ലെങ്കിൽ 3 കളേഴ്സ് യൂസ് ചെയ്യുക. നമ്മൾ എത്ര ഷെയ്ഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നു അത്രയും ഭംഗിയായിട്ട് നമ്മുടെ ഡിസൈൻ കിട്ടും. ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് എനിക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസൈനിൽ ആ പെറ്റൽ കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ ഒരു 5 or 6 ടൈംസ് ത്രെഡ് ഇങ്ങനെ ടേൺ ചെയ്തെടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു 9 ടൈംസ് or 10 ടൈംസ് എടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ഒരു 13 ടൈംസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മിഡിൽ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ബുള്ളിയൻ റോസിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. ഔട്ടർ സൈഡ് അത് പഠിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് കേട്ടോ. ഈ ലൈറ്റ് ആയിട്ടുള്ള ത്രെഡ് ഫ്ലവർ ബഞ്ച് ഉണ്ടാക്കാനായിട്ടും വളരെ ഈസിയാണ്. ആദ്യമായിട്ട് ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു ക്ലോത്തിൽ കുറച്ച് ചെയ്ത് നോക്കുക. നല്ലപോലെ ചെയ്തതിന് ശേഷം വളരെ കെയർഫുൾ ആയിട്ട് വേണം അതെങ്ങനെ നമ്മളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഇതേപോലത്തെ ഒരു ഡിസൈൻ ആയിരിക്കും നീറ്റായിട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് മനസ്സിൽ എനിക്ക് ഇങ്ങനെ തോന്നി അത് ഒരു എന്താ പറയുക സർക്കിൾ വരച്ചിട്ട് ബുള്ളിയൻ റോസ് ചെയ്യാമെന്ന്. പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു മോൾക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു കുർത്തി ഉണ്ടായിരുന്നു എംബ്രോയ്ഡറി ചെയ്തത്. അപ്പോൾ അത് എടുത്തിട്ട് അതൊന്ന് കോപ്പി ചെയ്യാൻ നോക്കിയാലോ അങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഞാൻ ഈ ചുരിദാറിൻ്റെ നെക്കിൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു കാര്യം എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, മാക്സിമം കെട്ട് വീഴാതെ നല്ല നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ചെറിയ കെട്ട് പോലെ തോന്നിക്കഴിഞ്ഞാൽ അത് ബാക്ക് സൈഡ് തിരിച്ച് നോക്കിയിട്ട് എവിടെയാണ് കെട്ട് പോലെ തോന്നിയിരിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. മാക്സിമം ഷെയ്ഡ്സ് ഫ്ലവേഴ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഹാഫ് വർക്ക് നീറ്റായി എന്ന് തന്നെ ചിന്തിക്കാം. ചുരിദാറിനൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. ഇവിടെയാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഭംഗിയായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഫ്രെയിം ഇതേപോലെ വച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ട്രൈപോഡ് സ്റ്റാൻഡിൽ ക്യാമറ വച്ചിരിക്കുമ്പോഴും അതും മറഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ചില വീഡിയോ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുവാണെങ്കിൽ കൂടുതൽ സന്തോഷം തോന്നും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. ബുള്ളിയൻ റോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോസിന് മാക്സിമം പെറ്റൽസ് കൊടുക്കുക. മാക്സിമം പെറ്റൽസ് വരുമ്പോഴേക്കും റോസ് കാണാനായിട്ട് കൂടുതൽ ഭംഗി. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില പോർഷൻസ് കൂടുതൽ ലാഗായിട്ട് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നേ ഉള്ളൂ. എന്നാലും എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്കിൻ്റെ പോർഷൻ വർക്ക് ചെയ്യുമ്പോൾ ഫ്രെയിം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഫ്രെയിം ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ ഫ്രെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഈ ഫ്രെയിം കണ്ടോ, ചെറിയ ഫ്രെയിം ഷോപ്പിൽ കുറച്ച് ഭംഗിയിൽ നമ്മൾ നിങ്ങൾ അതുപോലത്തെ മറ്റൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയ്ഡറി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 6 strands ഡയറക്റ്റ് നീഡിൽ ഇൻസേർട്ട് ചെയ്യരുത്. 6 strands ഡയറക്റ്റ് ചെയ്താൽ അത് 12 മാറും. അപ്പോൾ നമുക്ക് ത്രെഡും നീഡിലും ഏതെങ്കിലും ഒരു പോർഷനിൽ കൂടെ വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, അത്രയും തിക്നെസ് വന്നാൽ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഇതേപോലത്തെ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ 3 strands നൂലെടുക്കുക. 3 strands എടുത്തതിന് ശേഷം അതിനെ ഫോൾഡ് ചെയ്ത് മടക്കി 6 strands ആക്കുക കേട്ടോ. ഇതാ ഇവിടെ നമ്മുടെ ഫ്ലവർ ഡിസൈൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും പെറ്റൽസ് വെച്ച് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 പെറ്റൽസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചില സമയത്ത് നമ്മൾ പെറ്റൽസ് ഇത്രയും മതി എന്ന് വിചാരിക്കുമ്പോൾ തോന്നും 1-2 പെറ്റൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞില്ലായിരുന്നു എപ്പോഴും മാക്സിമം പെറ്റൽസ് കൊടുക്കുക. അതേപോലെ അറ്റ്ലീസ്റ്റ് 2 കളറെങ്കിലും യൂസ് ചെയ്യുക. സിംഗിൾ കളറിട്ട് ചെയ്യാതിരിക്കുന്നത് നല്ലത്. 2-3 കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.
അതുപോലെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഞാൻ ബുള്ളിയൻ റോസിൻ്റെ ചുറ്റിലും കുറച്ച് ലീവ്സും അതുപോലെ ചെറിയ ബഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്തൊരു ചെറിയ പോർഷൻ കൂടി കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് നാൾ മുന്നേ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഒരു ചുരിദാർ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനിലാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അതായത് ചുരിദാറിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ പാർട്ടായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ ചുരിദാറിൻ്റെ നെക്ക് ഞാൻ ഫുൾ പോർഷൻ ഇതേപോലത്തെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത്ര ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ളതും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ലീഫ് ചെയ്യുന്ന സമയത്തും വേണമെങ്കിൽ ലീഫിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. കുറച്ച് ഡാർക്ക് കളറും അതേപോലെ ലൈറ്റ് കളറും യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ ഞാൻ ആ ദുപ്പട്ടയിൽ കുറച്ച് ഡാർക്ക് ഗ്രീനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലീഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൈറ്റായിട്ടുള്ള യൂസ് ചെയ്ത് കേട്ടോ. ഇതുപോലുള്ള ഡിസൈൻസ് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ചെയ്ത് വരുവാണെങ്കിൽ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. നെക്കിൻ്റെ ബാക്കി പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നുണ്ട്. ഫ്ലവർ ചെയ്താൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് വരുന്ന ഫില്ലിങ്ങിന് വേണ്ട ലീവ്സും ചെറിയ ബഡ്സൊക്കെ നമുക്ക് നെക്സ്റ്റിന് ചെയ്യാം. അപ്പോൾ ഫ്രെയിം നല്ലപോലെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം വേണം ഫ്രെയിം ഫിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലീഫ് വരയ്ക്കാം. ലീഫ് വരയ്ക്കാനായിട്ട് നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ HB പെൻസിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. റഫായിട്ടാണ് ഞാൻ ലീഫ് വരയ്ക്കുന്നത് കേട്ടോ. ഒരുപാട് ഡാർക്കായിട്ട് വരക്കണം എന്നില്ല, ലൈറ്റായിട്ട് വരച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്ചർ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്യാം കേട്ടോ. നമ്മൾ ട്രേസ് ചെയ്യുന്ന സമയത്ത് ട്രേസിങ് പേപ്പറിൽ വരച്ച പിക്ചേഴ്സ് ഈ നെക്കിലേക്ക് വരയ്ക്കാൻ വേണ്ടി കാർബൺ യൂസ് ചെയ്യുക. യെല്ലോ കാർബൺ അല്ലെങ്കിൽ വൈറ്റ് കാർബൺ യൂസ് ചെയ്യുക കേട്ടോ. ഈ ഡിസൈനിൽ ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ഈ നെക്കിൻ്റെ താഴത്തെ ഭാഗം കണ്ടോ, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന പോർഷനിൽ കൂടെയാണ് നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വരച്ച് ലീഫിൻ്റെ ഒരു മിഡിൽ പോർഷനിലായിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ലീഫ് കംപ്ലീറ്റ് ചെയ്യാം. ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ടുള്ള പോർഷൻ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി കാണുക. ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഒത്തിരി ടൈം വരാറുണ്ട്. അതുകൊണ്ട് ചില പോർഷൻസ് എല്ലാം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം. വേറൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്, ഞാൻ ഈ ഗ്രീൻ ത്രെഡ് ഒരു ലീഫ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അതിനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നെക്സ്റ്റ് കളർ, അതായത് എനിക്ക് ചെറിയ ഒരു ബഡ് ചെയ്യാനായിട്ടുള്ള പീച്ച് ഷെയ്ഡ് എടുക്കുന്നു. ആൻഡ് ആ ഷെയ്ഡ് കൊണ്ട് ഞാൻ ബഡ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്ത ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ബഡിൻ്റെ സൈഡിലായിട്ട് സ്റ്റെം സ്റ്റിച്ചെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നോട്ട്സ് ഒന്നും ഇതിൻ്റെ ഇടയിൽ വരാതിരിക്കാൻ, അതായത് നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്യുന്നു, കെട്ടുന്നു, അത് അപ്പോൾ ഒരുപാട് നോട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ടാണ് ഇതേപോലെ നമ്മൾ ത്രെഡ് ഈ ഡിസൈനിൻ്റെ സൈഡിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ ബഡ്സ് വരയ്ക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ച് നോക്കുക. അപ്പോൾ ഏകദേശം ആ ഒരു ഡിസൈനിൽ ഫില്ലിംഗ് ആയിട്ട് വരുന്ന രീതിയിൽ ചെറിയ ലീവ്സും ബഡ്സും എല്ലാം കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഈ ഒരു ചെറിയ ഫ്ലവറിൻ്റെ ബഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു 6 or 7 ടൈംസ് ടേൺ ചെയ്തെടുത്താൽ മതി. അതായത് നമ്മൾ ഈ ഫ്ലവർ ചെയ്യുമ്പോൾ അതിൻ്റെ മിഡിലെ പോർഷൻ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ തന്നെ 5, 6, 7 അത്രയും ടൈംസൊക്കെ ടേൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. ബുള്ളിയൻ റോസിൻ്റെ ബഡ് ചെയ്യുന്ന സമയത്ത് ഓൺലി 2 സ്റ്റിച്ച് നമുക്ക് ചെയ്താൽ മതി. 2 സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഒരു ഗ്രീൻ കളർ ത്രെഡ് ഈ ഡ്രസ്സിൻ്റെ ഇതിൽ ഹോൾഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പീച്ച് ഷെയ്ഡ് ത്രെഡും ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യണം എന്നില്ല, അത് നമുക്കിതേപോലെ ഹോൾഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ടൈ ചെയ്യുന്ന സമയത്തെല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് എന്താ പറയുക, ത്രെഡ് ബാക്ക് സൈഡിലൊന്നും കെട്ടുപിടിക്കാതെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഈ ഡ്രസ്സിനുള്ള ത്രെഡ് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ദുപ്പട്ട ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കളേഴ്സ് വെച്ച് നോക്കി. അങ്ങനെയാണ് ത്രെഡ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദുപ്പട്ടയുടെ കളേഴ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങളത് ഷോപ്പിൽ പോകുമ്പോഴേക്കും കൊണ്ടുപോവുക. എന്നിട്ട് ത്രെഡ് വാങ്ങുമ്പോൾ ആ കളറ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നോർമലി നമ്മൾ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ക്ലോത്ത് വരുന്നതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഇതേപോലെ ചുരിദാർ നെക്കിൻ്റെ പോർഷനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പോർഷനിലാണ് ക്ലോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചില വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും കേട്ടോ. ഇതിൽ ഞാൻ ഈ ഒരു ബഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു പോർഷൻ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെറിയൊരു ബഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെയാണ് ചുരിദാറിൻ്റെ നെക്കിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. മാക്സിമം അതിൻ്റെ സ്റ്റിച്ചസ് എല്ലാം ഇടയ്ക്കൂടി വരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് എങ്ങോട്ടാണോ നെക്സ്റ്റ് പെറ്റൽ വേണ്ടതെന്ന് വെച്ചാൽ ആ പോർഷനിലേക്ക് നീഡിലെടുക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. കണ്ടോ, ഇവിടെ നെക്സ്റ്റ് ഒരു എന്താ പറയുക ഫ്ലവറിൻ്റെ ചെറിയ ബഡ് കൂടി ചെയ്യാം. അപ്പോൾ അതും കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇതുപോലെ നമുക്ക് ഏതൊക്കെ പോർഷനിലാണോ ഫ്ലവറിൻ്റെ ബഡ്സ് വേണ്ടത് ആ ഒരു പോർഷനിലെല്ലാം ഫ്ലവറിൻ്റെ ബഡ്സ് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബുള്ളിയൻ റോസിൻ്റെ ചുറ്റും ചെറിയ പെറ്റൽസും ബഡ്സൊക്കെ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യുക കേട്ടോ. കണ്ടോ, ഓൾമോസ്റ്റ് എന്താ പറയുക, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 1-2 തവണ വീഡിയോ കണ്ട് നോക്കുക. അതേപോലെ ഫിനിഷ് ആയിട്ടുള്ള പിക്ചർ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൂടുതലായിട്ട് എന്താ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് 2 കളർ ത്രെഡ് അറ്റ് എ ടൈം നമ്മൾ കട്ട് ചെയ്യാതെ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് തവണ കെട്ടലും കട്ട് ചെയ്യലും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ ത്രെഡ് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ ഓരോ ബഡ്സും കണക്ട് ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഫ്ലൈ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ബഡ്സിനെ ഒരു കവറിങ് പോലെ ആക്കിയിട്ട് വേണം സ്റ്റെം കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ഫ്ലവറാണ് കാണുന്നത്, ഏറ്റവും ലാസ്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇതുപോലെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നെക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ചെയ്തൊരു ചുരിദാറിൻ്റെ നെക്ക് കൂടി കാണിക്കാം. നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് യൂസ് ചെയ്യുന്ന ത്രെഡിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ വർക്ക് എങ്ങനെയാണെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഡിസൈൻ നമുക്ക് സാരിയിൽ ചെയ്യുവാണെങ്കിലും കാണാൻ ഭംഗിയായിരിക്കും. സാരി വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സിൽക്ക് സാരിയോ അതായത് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത സാരിയിൽ ചെയ്യുമ്പോഴാട്ടോ കൂടുതൽ ഭംഗി. എനിക്ക് പറ്റാവുന്ന ഒരു ഡിസൈൻ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഒത്തിരി പുതിയ ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ വീഡിയോയും തീരുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ മാക്സിമം നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയാനായിട്ട്, ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരിക. പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഒത്തിരി പേരെനിക്ക് വർക്ക് ചെയ്തതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.